മക്കളെ, നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആറ്റം എന്ന ചാപ്റ്റർ എന്നിട്ടാണ്. അതിൻ്റെ സബ് ടോപ്പിക്കായിട്ട് നമ്മൾ പറയാൻ പറ്റുന്നത് മറ്റൊന്നുമല്ല, ദറ്റ് ഈസ് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ട ആറ്റം എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണിത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ആറ്റം ഈസ് ബോംബാർഡഡ് വിത്ത് ഇലക്ട്രോൺ accelerated through a potential difference capital V, which causes excitation of hydrogen atom. If the experiment is being performed at T equal to 0 Kelvin, the minimum potential difference needed to observe any Balmer series line in the emission spectra will be alpha by 10 volt എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആൽഫാൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. സോ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റത്തിനെ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയാണ്, അതായത് അതിൻ്റെ എനർജി ലെവൽ കൂട്ടാനായിട്ട് ശ്രമിക്കുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഇലക്ട്രോൺ ആക്സിലേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ക്യാപിറ്റൽ വി. ഓക്കെ, സോ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഏത് ലെവലിലോട്ടായിരിക്കണം എക്സൈറ്റ് ചെയ്യിപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എക്സൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കിട്ടേണ്ട ഒരു കണ്ടീഷൻ, അതായത് നമ്മൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ എക്സ്പെക്ടിങ് എ സ്പെക്ട്രൽ സീരീസ് ഓഫ് ദ വെരി ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാൽമർ സീരീസിനകത്ത് തന്നെ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം എനർജി റിലീസ് ചെയ്യപ്പെടുന്ന ഒരു സ്പെക്ട്രൽ ലൈൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? മിനിമം എനർജി റിലീസ് ചെയ്യപ്പെടുന്ന ബാൽമർ സീരീസിലെ ഒരു എമിഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. മീൻസ് ആ ഒരു സ്പെക്ട്രൽ എമിഷൻ അവിടെ നടക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ അതിനായിട്ട് നമ്മൾ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസിലാണ് ഈ ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിക്കേണ്ടതെന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഈ ബാൽമർ സീരീസിലെ ഏറ്റവും മിനിമം എനർജി റിലീസ് ചെയ്യപ്പെടുന്ന എമിഷൻ എന്ന് പറയുന്നത്, എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത് ഏതായിരിക്കും? അത് മറ്റൊന്നുമല്ല, 3ൽ നിന്നിട്ടും 2യിലോട്ടുള്ള ജമ്പിങ്ങാണ്. 3ൽ നിന്നിട്ടും 2യിലോട്ടുള്ള ജമ്പിങ്ങിലാണ് അത് നടക്കുക, ആണല്ലോ. വിച്ച് മീൻസ് നമ്മുടെ ഈ ഹൈഡ്രജൻ ആറ്റം, ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നിട്ടും എവിടോട്ട് ജമ്പ് ചെയ്യിപ്പിക്കണം? മൂന്നാമത്തെ ലെവലിലോട്ട്, അല്ലെ മൂന്നാമത്തെ ഓർബിറ്റിലോട്ട് ജമ്പ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് 3ൽ നിന്നിട്ടും 2ലോട്ട് ചാടുമ്പോഴാണ് ഈ പറഞ്ഞ ബാൽമർ സീരീസിലെ എമിഷൻ സ്പെക്ട്രം നടക്കുന്നത്, ആണല്ലോ. സോ അതിനായിട്ട് വേണ്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഇലക്ട്രോൺ എവിടെ നിന്ന് എങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ദ കീ പോയിന്റ്. സോ ഇലക്ട്രോൺ ഈസ് ജമ്പിങ് ഫ്രം ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്, അതായത് ഈസ് n = 1 to n = 3യിലോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. സോ അതിനായിട്ട് വേണ്ട എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാവുന്ന എക്സ്പ്രഷനാണ് E = അല്ലേ 13.6 ടൈംസ് ആണല്ലോ മക്കളെ 1/n1² - 1/n2². ഇത് ജമ്പ് ചെയ്യിക്കാനായിട്ട് കൊടുക്കുന്ന എനർജിയാണ്, ആണല്ലോ. റിലീസ് ചെയ്യുമ്പോഴത്തേക്കും താഴോട്ട് വരും, ജമ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇത് മുകളിലോട്ട് പോകും. ഓക്കെ, ഇലക്ട്രോൺ വോൾട്ടിലാണ് ഇതുള്ളത്, ആണല്ലോ. നൗ ഇതെന്ന് പറയുന്നത് എന്ത് വന്നു? ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി 13.6 ഇൻറ്റു ഇതെന്ന് പറയുന്നത് 1 ആണല്ലോ, മൈനസ് 1/n2 എന്ന് പറയുന്നത് 3 ആണേ. സോ 3² എന്ന് എന്ത് വന്നു? 9 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തോന്നുന്നു. ഇത്രയാണ് എനർജി നമ്മൾക്ക് വേണ്ടത്, ആണല്ലോ. ഇനി ഈ എനർജി എവിടെ നിന്നാണ് കിട്ടുക? ഈ എനർജി കിട്ടുന്നത് വൺസ് an ഇലക്ട്രോൺ ആക്സിലേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് V0. സോ ഈ എനർജിയാണ് എങ്ങോട്ട് ഡെലിവർ ചെയ്യപ്പെടുന്നത്? ഇവിടോട്ട് ഡെലിവർ ചെയ്യപ്പെടുന്നത്. സോ അപ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ഈ ഇയും തമ്മിൽ ക്യാൻസൽ ആയി പോയിക്കോളും, ആണല്ലോ. സോ ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ 13.6 ഇൻറ്റു 9 - 1 all divided by 9. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അല്ലേ കുഞ്ഞേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരണം? V0 എന്ന് പറയണം, ആണല്ലോ. ഇനി അവർ പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0 = α/10 ആണെന്നല്ലേ. സോ V0 = എന്തെന്നാണ് പറയുന്നത്? α/10 ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു കണ്ടീഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 13.6 ഇൻറ്റു 9 - 1 എന്ന് പറയുമ്പോഴത്തേക്കും 8 ഡിവൈഡഡ് ബൈ 9 = α/10. റീഅറേഞ്ച് ചെയ്യുമ്പോൾ 136 ഇൻറ്റു 8 ഓൾ ഡിവൈഡഡ് ബൈ 9 = ആൽഫ എന്ന് വരും.
ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആൽഫ ഈക്വൽ ടു 120.88 എന്ന് വരും. റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ആൽഫ ഈക്വൽ ടു എത്ര വന്നു? 121 എന്ന് കിട്ടും. മനസ്സിലായല്ലോ?